കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഉജ്ജ്വല അധ്യായം എഴുതി ചേർത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പലിനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വരവേറ്റു. ട്രയൽ റൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞത്ത് വികസനത്തിന്റെ പുതിയ ഏട് ആരംഭിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ, കരൺ അദാനി, മന്ത്രിമാർ, സ്പീക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളികളുടെ അഭിമാനം വാനോളമുയർത്തിയാണ് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി സാൻ ഫെർണാണ്ടോയെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് സ്വീകരിച്ചത്. തുടർന്ന് ട്രയൽ റൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നമ്മൾ അതും നേടിയെടുത്തു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ ആദ്യ വാചകം. നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ മുഹൂർത്തമാണിത്. ഇത്തരം തുറമുഖങ്ങൾ ലോകത്ത് കൈവിരലിൽ എണ്ണാവുന്നവ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോക ഭൂപടത്തിൽ ഇന്ത്യ ഇതിലൂടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയുടെ പ്രശംസ. I am so happy to be here today in the beautiful state of Kerala for the celebration of the arrival of the first mothership in Vizhinjam International Seaport. At the very outset, I would like to congratulate the government of Kerala for its initiative and leadership in setting up of a new benchmark in the country's maritime sector by creating a new greenfield world-class port in the country. ലോകത്തിലെ ഏറ്റവും ആധുനിക തുറമുഖം യാഥാർത്ഥ്യമായെന്ന സന്ദേശമാണ് ഇന്നത്തെ ദിനം ലോകത്തിന് നൽകുന്നതെന്ന് കരൺ അദാനി. What we have managed to achieve so far would not have been possible without the incredible all-round support we have received. I extend my deep gratitude on behalf of the Adani Group and on my own behalf to you, Honorable Chief Minister Shri Pinarayi Vijayan ji. തുറമുഖ മന്ത്രി വി എൻ വാസവൻ, വിവിധ മന്ത്രിമാർ, സ്പീക്കർ, ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. അങ്ങനെ വിഴിഞ്ഞം തുറമുഖവും യാഥാർത്ഥ്യമായി. മുഖ്യമന്ത്രി ആദ്യ ചരക്ക് കപ്പലിനെ വരവേറ്റു. ഇനി നമ്മൾ വികസനത്തിന്റെ പുതിയ യാത്ര തുടങ്ങുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്.